ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ അപ്പു, എൻ്റെ പേര് അപ്പു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തൊന്നും പരിചയമില്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം നോക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പോയി വുഡ് കളക്ട് ചെയ്യണം. നമ്മളിവിടെ സ്പോൺ ആയിരിക്കുന്ന ഒരു പ്ലെയിൻസിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബിൽഡ് ഉണ്ടാക്കിയാൽ നമുക്ക് എവിടെ നിന്നെങ്കിലും പോയി കാണാം. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, വില്ലേജിന്റെ മണ്ടയാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു വില്ലേജ് ഇങ്ങോട്ട് മൊത്തം പരന്നെടുക്കുകയാണ്. ഇവിടെ വില്ലേജ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ സ്പോൺ ആയ സ്ഥലത്ത് തന്നെ ഒരു അയണും കൂടി ഉണ്ടായിരുന്നു. ഒരു അയൺ ഓർ, അതുകൊണ്ട് നമുക്ക് ഷീൽഡ് ഒപ്പിക്കാം ഇവിടുന്ന്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു താഴെ ഒരു ചെറിയൊരു കേവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സീഡിന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 തവണയായി. 3 തവണയും റെക്കോർഡായില്ല. അതുകൊണ്ട് കളിച്ച സീഡ് തന്നെ പിന്നെ കളിക്കണേ. ഇപ്പം എനിക്ക് ഏകദേശം ഈ വേൾഡ് ഒരു ധാരണയുണ്ട് എവിടൊക്കെയാ സാധനങ്ങൾ ഉള്ളതെന്ന്. അപ്പം ആ രീതിയിലായിരിക്കും ഞാൻ കളിച്ച് പോണതും. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് വുഡൻ ടൂൾസ് കൂടെ ഉണ്ടാക്കണം. അതിനിപ്പോൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്യുക. സ്റ്റോൺ ആക്കിയിട്ട് സ്റ്റോൺ മൈൻ ചെയ്ത് കുറച്ച് ബേസിക് ടൂൾസ് ആക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ബേസിക് ടൂൾസ് ഉണ്ടാക്കി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 അയൺ വെച്ച് നമ്മളൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെൽറ്റനിൽ നിന്നും ആരും പേടിക്കണ്ട. ഇവിടെ കുറച്ച് പശുക്കളും പന്നികളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് കൊന്നിട്ട് നമുക്ക് അതിൻ്റെ ഫുഡ് എടുക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിൽ നമുക്ക് 20 മട്ടൻ സ്റ്റീക്കും കുറച്ച് സ്റ്റീക്കും ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമ്മൾ നേരെ എടുത്ത് നമ്മൾ അവിടെ കണ്ട വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഇപ്പം അവിടെ നിന്ന് കുറേ ഹേബേ കിട്ടുവാണെങ്കിൽ ഒരു നമുക്ക് പിന്നെ വേറെ ഇതിനെ കൊല്ലേണ്ട കാര്യമൊന്നും വരില്ല. വില്ലേജ് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്തും കൂടി കാണുന്നുണ്ട്. ഇവിടെ കുറേ ഷീപ്പും ഉണ്ട്. അവിടെ ഒരു ക്ലർക്കും ഉണ്ട്. ഇതുണ്ട്, മറ്റേ ക്ലർക്കിൻ്റെ സാധനമുണ്ട്. ഞാൻ പോയി അത് ലൂട്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടിയ ലൂട്ടാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു ഈ ഫുൾ സെറ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടി. പിന്നെ ഒരു അയൺ കിട്ടി. പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ തന്നെ വേറൊരു വില്ലേജ് നമുക്കുണ്ട്. അവിടെ നിന്ന് ഒരു ഗോളത്തെ കൊന്ന് അവിടെ നിന്ന് നമുക്ക് 3 അയൺ കിട്ടി. 3 5 അയൺ കിട്ടി. പിന്നെ ഹേബേ എടുത്ത് ഈ വില്ലേജിൽ നിന്ന് കുറേ ആപ്പിള്, എമറാൾഡ്, പൊട്ടറ്റോ, പിന്നെ ഈ സോഡൊക്കെ അവിടെ നിന്ന് കിട്ടിയതാട്ടാ. ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 വില്ലേജ് നമുക്ക് ഇത്ര ലൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വേഗം ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെപ്പെട്ടെങ്കിലും എൻ്റെ ബേസ് വെച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മണ്ടയിലിവിടെ എന്താണ്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ബേസിൽ നിന്ന് എല്ലാ സാധനങ്ങളും കാണുകയും ചെയ്യാം. കണ്ടാ, ഇത്രയും പൊങ്ങിപ്പോയില്ലേലും ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബേസ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് പരന്ന സ്ഥലമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്തേക്ക് നമ്മുടെ ബേസ് ഇത് പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ബ്ലാസ്റ്റ് ഫർണസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിനി ഓറെല്ലാം പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമുക്കിനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ വുഡില്ല. ബെഡൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോയി, എനിക്ക് കുറച്ച് റിസോഴ്സും കൂടി വേണം ഒരു വീടുണ്ടാക്കണമെങ്കിൽ. അത് ഞാൻ പോയി ഓഫ് ക്യാമറയിൽ പോയി ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ സാധനങ്ങളും ഒപ്പിച്ചിട്ട് വീടും പണിതിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇതിപ്പോൾ ഈ വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആയി. ശരിക്കുള്ള റിയൽ ലൈഫിലെ ആഴ്ചയായി. അങ്ങനെ കുറേ നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാനൊരു ബേസ് ഉണ്ടാക്കി. ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ്. അതുകൊണ്ടാ ഇവിടെ കുറച്ച് ലോകെല്ലാം വെച്ചിട്ട് ഇവിടെ കുറേ ട്രീ ഫാമൊക്കെ ഉണ്ട് എൻ്റെ മുന്നിൽ. ഇതൊക്കെ ഞാൻ വുഡ് എടുക്കാൻ പോയപ്പോൾ ഉണ്ടാക്കി വെച്ചതാ. ഇവിടെ 2 ബാരല് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പം
മണ്ട ലാൻഡണൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ബേസ്. ഇവിടെ ഒരു മേശയും കസേരയൊക്കെ ഉണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ. പിന്നെ ഇവിടെയൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു അക്വേറിയം പോലെ ഉണ്ടാക്കിയത്. ഇത്ര വരെ മിച്ചം വന്നപ്പം ഞാൻ ഇവിടെ ആദ്യം വെച്ചാല് പശുവിനെയും കോഴീനെയൊക്കെ ഇടാൻ വിചാരിച്ചിടുന്നത്. പിന്നെ അത് മാറ്റി ഫാം ലാൻഡ് ആക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഇവിടെ പൊട്ടാറ്റോ നട്ട്, ഇവിടെ വീറ്റ് നട്ട്, അവിടെയും പൊട്ടാറ്റോയും വീറ്റും കൂടെ ഉണ്ട്. ഇവിടെയും പൊട്ടാറ്റോ നട്ട്. അപ്പോൾ നെതർ പോർട്ടൽ വെക്കണം, അതിനു വേണ്ടിയാണ് ഈ ഭാഗം വെച്ചേക്കണം. പിന്നെ ഇവിടെയൊക്കെ കുറേ ചെസ്റ്റ്, പിന്നെ ഇതിന്റെ ബെഡ്റൂം. ഇത് പണിതപ്പോൾ ഒരു പൂച്ച കിട്ടി. കണ്ടില്ലേ, ഇതാണ് പൂച്ച. ഈ ആർമർ സ്റ്റാൻഡിൽ ആർമറൊന്നും ഇല്ല, അതിലേക്ക് നമുക്ക് ആർമർ ആക്കിയിട്ട് ആർമർ ഇടണം. ഇതെന്റെ ബെഡ്റൂം, എൻജോയിങ് ഏരിയ. ഇത്ര ബുക്ക് കിട്ടിയുള്ളൂ, അതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇത് സ്മെൽറ്റ് ചെയ്യുന്ന സ്ഥലം, പിന്നെ അതൊക്കെ ഉള്ളു. പിന്നെ ഇവിടെയൊക്കെ കുറെ ജസ്റ്റ് ഉണ്ട്, ഇത്തരമൊന്നുമില്ല, എല്ലാം കാര്യ. അവിടുത്തെ ചെസ്റ്റിലൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെയൊക്കെ സ്പ്രൂസ് ലോഗ്, ഇവിടെ തിന്നുന്ന സാധനം, ഇത് അയണ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇതൊക്കെ മൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറെ ബ്ലോക്കും കിട്ടിയായിരുന്നു. ഇത്രയും കോബിൾ സ്റ്റോൺ കിട്ടി. പിന്നെ കുറെ സ്റ്റോണിന്റെ അതൊക്കെ ഉള്ളത്തേല് ചെസ്റ്റ് വെക്കണം, ആ ചെസ്റ്റ് വെച്ചേക്കാം. അത് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ആർമറൊക്കെ ഞാൻ ഒരു സാധനം, ഒരു അയൺ ഫാം ഞാൻ ഉണ്ടാക്കി. ആ അയൺ ഫാം ഞാൻ കാണിച്ചു തരാം. ഈ ലെഫ്റ്റേണൊക്കെ വെക്കണമെങ്കിൽ കുറെ അയൺ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറെ തവണ മൈനിങ്ങിന് പോയിട്ട് കുറെ തവണ ചത്ത്. അതുകൊണ്ട് പിന്നെ മൈനിങ്ങിന് വന്ന് ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറച്ച് വില്ലേജറേയും കൊണ്ടുവന്ന് അയൺ ഫാം ഉണ്ടാക്കി. ഇതാണല്ലേ, അതാണ് എൻ്റെ അയൺ ഫാം. അതെൻ്റെ അയൺ ഫാം. അവിടെ ഒരു ഷുഗർ കെയിനൊക്കെ ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ വീടുണ്ടാക്കി, ആ അയൺ ഫാം ഉണ്ടാക്കി. രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. സാധാരണ ശരിക്കും ഞാൻ ഒരു വീടുണ്ടാക്കാൻ മാത്രമേ എനിക്കൊരു താല്പര്യമുള്ളായിരുന്നു. പിന്നെ അയണിൻ്റെ ആവശ്യം വന്നുകൊണ്ടാണ് ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും ഈ അയൺ ഫാം എല്ലാം കൂടി മാറ്റിയിട്ട് വേറെ അയൺ ഫാം ഉണ്ടാക്കും. കാരണം ഇത് ഒട്ടും എഫിഷ്യൻസി ഒന്നും ഇല്ല. തൽക്കാലത്തേക്ക് ഞാൻ തട്ടിക്കൂടി ഉണ്ടാക്കി വെച്ചേക്കണം. ഇത് കണ്ട, ഇതിൽ ഒരു അയൺകോളം വന്ന് സ്പോണാവും. ഇതിനകത്തൊരു 3 വില്ലേജർ ഉണ്ട്. ഇവിടെ 3 വില്ലേജറും ഇവിടെ ഒരു സോംബി ഉണ്ട്. ഇത് സ്പോൺ ചെക്കിൽ ഉണ്ടാക്കി, അതുകൊണ്ട് പിന്നെ എപ്പോഴും ഓണായിക്കൊണ്ടാ. ഏകദേശം 1.5 സ്റ്റാക്കിന്റെ അടുത്ത് എനിക്ക് അയൺ കിട്ടി. ഇത് എപ്പോഴും ഓണായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഷുഗർ കെയിൻ എല്ലാം കൂടി ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. ഷുഗർ കെയിൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 100 ഷുഗർ കെയിൻ ഉണ്ട് നമ്മുടെ കയ്യില്. ഇതവിടെ ഞങ്ങളുടെ ഇതിന്റെ ബേസിക് കൊണ്ട് വെക്കട്ടെ. അങ്ങനെ അതും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് പണിതുകൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫാൻറ്റം ഒക്കെ സ്പോൺ ആയിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് പ്ലാസ്മ മെമ്പറൈൻ കിട്ടി. പ്ലാസ്മ മെമ്പർ അല്ല, ഫാൻറ്റം മെമ്പറൈനാണ്. അതായത് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ലോ ഫാളിങ് പോർഷൻ ഉണ്ടാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഉള്ളൂ. അപ്പം ഈ എപ്പിസോഡിൽ നമ്മളൊരു വീടുണ്ടാക്കി, ഒരു ചെറിയൊരു മിനി അയൺ ഫാം ഉണ്ടാക്കി, കുറച്ച് ഷുഗർ കെയിൻ നട്ടു വെച്ചു. ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത പരിപാടി. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. എന്നിട്ട് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡായിട്ട് വരും. ടാറ്റ.